അടച്ചത് കാരണം ആർക്കും പോകാൻ പറ്റില്ല. പകരം അവർ ഈ ഭാഗത്ത് കൂടിയാണ് വരുന്നു പോകുന്നത്. എന്നാലും ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇവര് ഈ ഒരു മത്സ്യത്തൊഴിൽ ബന്ധനം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോ കടൽ വേലികേറ്റം കാരണം അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് ലഭ്യത കുറവ് കാരണം കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആ, കാരണം ഈ ഒരു 2-3 വർഷമായിട്ട് ഇതിന്റെ പാലം തുരുമ്പെടുത്തത് കാരണത്താൽ അധികൃതർ അറിയിച്ചിരുന്നു. മന്ത്രിമാരും MLA മാരും എല്ലാവരും സന്ദർശിക്കുകയും മാറി മാറി വരികയും ചെയ്തുവെങ്കിലും ഇതുവരേക്കും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവസാനം പണി തുടങ്ങും, അതുകൊണ്ട് ആർക്കും പ്രവേശനമില്ല, അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഈ 3 വർഷമായിട്ട് ഇതിങ്ങനെ ഇട്ടേക്കുന്നത്. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ ഇത് രണ്ടായിട്ട് പാലം മുറിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യണം. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ആളുകൾ അവർക്ക് പറയാനുള്ള പ്രയാസങ്ങൾ അത് നമ്മൾ മലയാള ജനത ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ്. അത് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഷെയറിംഗ് ആണ് പലപ്പോഴും അധികാരികളുടെ മുന്നിൽ എത്തിയിട്ടുള്ളതും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയോട് കൂടിയാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് മുമ്പിൽ ടെലികാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നല്ല ചുട്ടുപഴുത്ത മണ്ണാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് പോകേണ്ട ഏകദേശം